പ്രകൃതി എന്ന വിഷയത്തെ ആസ്പദമാക്കി കവിതയുമായി എത്തുന്നു ആർദ്ര. ഏത് കവിതയാണ് ചൊല്ലുന്നേ? അയ്യപ്പ പണിക്കർ സാറുടെ നാടെവിടെ മക്കളെ. വളരെ മികച്ചതായിട്ട് തന്നെ മോൾക്ക് ഇവിടെ കവിത ചൊല്ലാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ പൂവിട്ടി മർക്കുന്ന കുട്ടനാടൻ പുഞ്ചയെവിടെന്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളുമെവിടെന്റെ മക്കളെ, പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളുമെവിടെന്റെ മക്കളെ, ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരമെവിടെന്റെ മക്കളെ, മരവും മനുഷ്യരും കിളിയും മൃഗങ്ങളും ചെടിയും ചെടിക്കാത്ത നാടെവിടെ മക്കളെ, പൂത്തിരികൾ കത്തി വനഗജരാജമതഗന്ധപൂരം ഒലിക്കുന്ന നാടെവിടെ മക്കളെ, അരുമകളെ അടിമകളെ ആനകളെ മാനുകളെ അറുകൊലയറുക്കാത്ത നാടെവിടെ മക്കളെ, മലനാടിലൂറുന്ന വയനാടിലുറയുന്ന ചുടുരക്ത കബനി നാടെവിടെന്റെ മക്കളെ, വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടെവിടെ മക്കളെ, പാലിൽ പഴത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്തോരെന്റെ നാടെവിടെന്റെ മക്കളെ, യന്ത്രം കറക്കുന്ന തന്ത്രം ചവയ്ക്കുന്ന മന്ത്രം ജപിക്കുന്ന മന്ത്രിമാരുരുളാത്ത കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത കുടിലിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത ഉലടയുടെ വേദാന്ത പടുമൊഴികളോതാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത ഉതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത ഉന്നായ്മയില്ലാത്ത കുശു കുശു പറയാത്ത കൂടോത്രമില്ലാത്ത കരളുകൾ കരയാത്ത കണ്ണുനീരുറയാത്തോരെന്റെ നാടെവിടെന്റെ മക്കളെ, തൊഴിലിനൊത്തുടമയൊത്തുയിരിനൊത്തുടലുമൊത്തുതവിയൊത്തോണമുണ്ടുണരേണ്ടോരെന്റെ നാടെവിടെന്റെ മക്കളെ, എന്റെ നാടെവിടെന്റെ മക്കളെ. ആർദ്ര ചേച്ചി, എല്ലാ മലയാളികൾക്കും ഹൃദയസ്ഥമായ ഒരു ഈണമല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസിനടുത്ത് ചോദിക്കാം. മുരുകൻ സർ. നന്നായി കേട്ടോ മോളെ. ഞാൻ ഈ സംഗീതം കലർത്താതെ സംഗീതത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ കവിതയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ആർദ്ര കവിത ആലപിച്ചു. ചൊല്ലുന്ന കവി എന്ന നിലയിൽ എനിക്ക് 100% സന്തോഷം തോന്നിയ ഒരു ആലാപന രീതിയായിരുന്നു ആർദ്ര കാഴ്ചവെച്ചത്. എന്തായാലും ഞാൻ നല്ല മാർക്ക് തരും. ആശംസകൾ. നന്ദി സർ. സാർ, അപ്പം മാർക്കിന്റെ കാര്യം ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത ജഡ്ജിലേക്ക് നീങ്ങാണ് ആലങ്കോട് സർ. കവിത ഉള്ളിൽ കയറി അങ്ങനെ ഉറഞ്ഞാടുന്ന അനുഭവം അപൂർവമായിട്ടേ മാമ്പഴത്ത് കാണാറുള്ളൂ. സ്വന്തം ഭാവഹാവാദികളിലൊന്നും ഒരു ലജ്ജയുമില്ലാതെ കവിത ഉള്ളിൽ കയറി ഞാൻ എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് എനിക്ക് പോലും അറിയാതെ അല്ലേ, അങ്ങനെ കവിതയായി മാറി ആലാപനമായി സ്വയം ശരീരം പോലും മാറി അങ്ങനെ ആലപിക്കുമ്പോഴാണ് കവിത അതിൻ്റെ പൂർണ്ണ സ്വരൂപത്തിൽ വിശ്വരൂപത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ എല്ലാ വീറും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് കവിത ചൊല്ലിയത്. അഭിനന്ദനം. നന്ദി സർ. ശ്രീകുമാർ സർ. നമ്മുടെ സംഗീതത്തിൽ പല ശൈലികൾ പറയും എന്ന് പറഞ്ഞ പോലെ കാവ്യാലാപനത്തിൽ
പിന്നെ കടമ്മനിട്ട തുടങ്ങി ചുള്ളിക്കാട് നമ്മുടെ കാട്ടാക്കട മുരുകൻ ഒരു ബാണി എന്ന് പറയും. അതിൻ്റെ ഒരു അവസാന കണ്ണിയായിട്ട് മാറാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് മാർക്ക് ചോദിക്കാം. മുരുകൻ സർ, ആർദ്രയുടെ നാട് എവിടെ മോളെ? കോഴിക്കോട് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലാണല്ലേ? എൻ്റെ നാട്ടുകാരിയാണ്. നാട്ടുകാരിയാണ്. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാര് തിരുവനന്തപുരം ഭാഷയിൽ പിന്നെ ആർദ്രയ്ക്ക് മാർക്ക് എങ്ങനെ തരുമെന്നറിയാം? 30-ന് 28. നന്ദി സർ. ആലങ്കോട് സർ. 40-ൽ 36 മാർക്ക്. ശ്രീകുമാർ സർ. ആർദ്ര, ഞാനും കുറയ്ക്കുന്നില്ല, 28 തന്നെ. ആർദ്ര കൊടുകൈ. ഇത് എന്തിനാ അറിയോ? നമ്മുടെ ഇതുവരെയുള്ള സെമി ഫൈനൽ സ്റ്റേജിലെ ഏറ്റവും ഉയർന്ന മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 100-ൽ 92 മാർക്ക്. ഇങ്ങനെയുള്ള കിടിലൻ പെർഫോമൻസിലാണ് നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആർദ്ര, ഇനി ഒരു കവിതയും കൂടി ഉണ്ടല്ലോ അല്ലേ? അതിലും ഇതിനെക്കാട്ടിലും ഉപരിയായി പാടാൻ തന്നെ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.